എൻ്റെ +2 കാലത്തെ ഒരു ഫോട്ടോയാണ്. ചൂട് ചോറ് അതിവേഗം വായിലേക്ക് ഇട്ട് കണ്ണടച്ച് ദൂരെ നിന്ന് ബസ് വരുന്നുണ്ടോ എന്നുള്ള ശബ്ദം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഞാൻ, സൈഡിൽ അതേസമയം വളരെ വേഗത്തിൽ ചോറ് പൊതിയുന്ന അച്ഛൻ. ഈ 5:50 ഫസ്റ്റ് ബസ് പിടിച്ച് ട്യൂഷന് ചെന്ന് അവിടുന്ന് അലച്ചു തല്ലി സ്കൂളിൽ ചെന്ന് സ്കൂളിൽ നിന്ന് വൈകിട്ട് ഇടിയുള്ള ബസ്സിൽ കയറി 6:15 6:30 തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് ഞാൻ. യാത്രയിൽ പോലും റെഫർ ചെയ്യാൻ ഷോർട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിക്ക് ഞാൻ പോയിട്ടില്ല. സ്കൂളിലെ ആഘോഷങ്ങൾ പോലും ഒഴിവാക്കി വീട്ടിൽ നിന്ന് ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പം ഇരുന്ന് ആലോചിക്കുന്ന എൻ്റെ അച്ഛൻ്റെ സീൻ ഇതാണ്. ഇപ്പം എൻ്റെ മനസ്സ് മുഴുവൻ കുറ്റബോധ. നമുക്കെന്താ ഭ്രാന്തായിരുന്നു. അക്കാലത്ത് എൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചാപ്റ്ററുകളും അരച്ച് കലക്കി ഞാൻ കുടിച്ചിട്ടുണ്ട് എന്നതായിരുന്നു. പക്ഷേ ഈ അടുത്താണ് അന്ന് ആ ടെക്സ്റ്റ് ബുക്കുകളിലെ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേജ് ഞാൻ മിസ്സാക്കി. അതെനിക്ക് മനസ്സിലാക്കി തന്ന 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ SCRTയുടെ ഡയറക്ടർ കുട്ടികളോട് പറയുന്ന ഒരു ലെറ്റർ ഉണ്ട്. കണ്ടതും കേട്ടതും അനുഭവപ്പെട്ടതും എന്തെന്നും എങ്ങനെയെന്നും ആലോചിക്കുമ്പോഴാണ് ശാസ്ത്ര പഠനം ആരംഭിക്കുന്നത്. നമ്മൾ പഠിച്ച എല്ലാ ടെക്സ്റ്റ് ബുക്കിലും, അത് ഭാഷ ആയിക്കോട്ടെ സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, എല്ലാ ടെക്സ്റ്റ് ബുക്കിൻ്റെ തുടക്കത്തിലും വിദ്യാഭ്യാസ ഡയറക്ടറിൻ്റെ ഒരു ലെറ്റർ ഉണ്ട്. അതിനകത്ത് പറയുന്ന ഒബ്ജക്റ്റീവ് ഈ ടെക്സ്റ്റ് ബുക്കിലൂടെ കുട്ടി എന്താണ് കേപ്പബിൾ ആവേണ്ടത്, ആ ഒരു കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്.